എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു CPR. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നില്ല ഞാൻ പറയാം ഗൈസ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ CPM നമ്മളെ ഫോർച്യൂണർ സ്വന്തമാക്കുക എല്ലാവർക്കും അറിയുന്നതാണ് പുതിയ ടാസ്ക് എന്ന കാര്യം. പിന്നെ നമ്മളെ ട്രെക്ക് ആയതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ കാണിച്ചത്. പിന്നെ റിവേഴ്സിലാണ് നമ്മൾ ഫോർച്യൂണർ വരുന്നത്. അപ്പോൾ ഞാൻ ഇത്ര നേരം 5 റിവാർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ ഡ്രസ്സൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ ഏതായി ഡ്രസ്സെന്ന് പറയുന്നത് ഓൾറെഡി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടാണ് ഈ ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 40ാമത്തെ ലെവലാണ് നമ്മളെ ഫോർച്യൂണർ എടുക്കുന്നത്. അതിലൊരു കിടിലം മുതൽ തന്നെയാണ് നമ്മളെ ഫോർച്യൂണർ. അപ്പോൾ എങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കാമെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ ട്രക്കൊക്കെ ഒരു കിടിലം മുകളിലും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലോബിയിലേക്ക് പോവാം. ഇതിലേക്ക് വരുമ്പം നമ്മൾ കാർസ് എടുക്കാണ്ട് സ്ക്രോൾ ചെയ്യുമ്പം അവസാനമായിട്ട് കാണുന്ന ഈ ഒരു വണ്ടി ഗൈസ്, ഇതെല്ലാവരുടെ കയ്യിലും കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പം നമ്മളൊരു കേരള ഫീലിൽ നമ്മളെ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു വണ്ടി ഇറക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സർവീസ് സെർവറാണ് എടുത്തത്. നമുക്ക് ഇന്ത്യൻ സെർവറിലേക്ക് മാറ്റാം. ഞാനൊരു വണ്ടി സെയിൽ ചെയ്യാൻ വേണ്ടി അറബി സെർവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഓൺലി ഫോർ ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു പബ്ലിക് റൂം എടുത്ത് അതിൽ ഈ ഒരു വർക്ക് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ചില ഒറ്റമാരുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ എത്തിയിൽ കാണാം. അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു ഏരിയക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ വണ്ടി പിക്ക് ചെയ്യാല്ലേ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം നേരെ പോകാൻ ഇവിടുന്ന് ഏതെങ്കിലും ഒരു സംഭവം പിക്ക് ചെയ്യാം. വണ്ടിക്ക് ബ്രേക്ക് ഇച്ചിരി പോരാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പോരാ, കുഴപ്പമില്ല, നമുക്കിതൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. നമ്മളിതിന് വലിയ വണ്ടിയൊക്കെ ഓടിച്ചതാണ്. ന്യൂട്രലിലേക്ക് ഇടണം ബ്രേക്ക് കിട്ടണമെങ്കിൽ. ഇതൊരവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നത്. നമുക്കിതൊന്ന് പിക്ക് ചെയ്യാം. ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സിമ്പിൾ കാണിക്കും. അതായത് ഈ കാണുന്ന സിമ്പിളില്ലേ, അത് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ആ സംഭവം പിക്കായിട്ട് വരും. പിന്നെ ഈ ഒരു സംഭവം എടുത്താണ് നേരെ വെച്ചില്ല, നേരെ ഇങ്ങോട്ടായിട്ട് വരിക, അത്രയാണ്. പിന്നെ ഇവിടെ കയറിയാണ്ട് നമുക്ക് ഇഷ്ടമല്ല എന്തായാലും പിക്ക് ചെയ്യണം. അതിന് മുന്നേ നമ്മളത് ഏതെങ്കിലും ഒന്ന് നമുക്ക് ടൂൾസ് എടുക്കാം. ടൂൾസ് ഓക്കെ. അപ്പോൾ ടൂൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ടൂൾസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ നിർത്തുക, എന്നിട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഒരു സിമ്പിൾ വണ്ടി ഗൈസ്, അതവിടെ നിൽക്കുക. അപ്പോൾ ടൂൾസ് എടുക്കുക. പിന്നെ ഇത് നേരെ വേണ്ട വണ്ടിയിൽ എടുക്കുക. അങ്ങനെ ഓരോന്ന് വണ്ടി ഇറക്കുക. അപ്പം നമുക്ക് എല്ലാം കയറ്റി കഴിഞ്ഞിട്ട് കാണാം. ഒരു സാധനം പിക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടിയിലൊന്നും ഡിക്കി ഉണ്ടാവും. ഡിക്കി വരുമ്പോൾ നമുക്ക് ഡിക്കിയിൽ കൂടി നാലെണ്ണം ഇറക്കാനാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ഇറക്കാം. ബാക്കിയുള്ള സംഭവത്തിൽ 6 നമ്മൾ ഫില്ലാവും, ഇതിൽ 4 കൂടിയും. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 ടൂൾസ് നമുക്ക് ഇറക്കാൻ കഴിയും. അപ്പോൾ ഇത് നേരെ കൊണ്ടുപോകാൻ മാപ്പിൽ കണ്ട ലൊക്കേഷൻ കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ പബ്ലിക് റൂമിൽ നമ്മൾ സ്വന്തമായിട്ട് റൂം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കാരണം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരനുഭവം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പറയാനില്ല. വേറെ എന്തില്ല, ഞാൻ വെറുതെ ഇങ്ങനെ റൂമിൽ കയറി ഇങ്ങനെ ഇത് സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ പബ്ലിക് റൂമിൽ. അപ്പോൾ ചില മൈരന്മാരുണ്ടാവും ഗൈസ്, വന്നാണ്ട് നമ്മളെ വണ്ടി ഇടിച്ചെടുത്ത് തെറിപ്പിക്കും. അതോടെ നമ്മൾ പിക്ക് ചെയ്തിട്ടില്ല എല്ലാ ബോക്സാണ് ബോക്സ്, ടൂൾസാണ് ടൂൾസ് ഒക്കെ തെറിച്ചാൽ പോകും. പിന്നെ നമ്മൾ വീണ്ടും പിക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ വീണ്ടും വരും. എന്നിട്ട് പിന്നെ നമ്മളേന്ന് അത് ഇടിച്ച് തെറിപ്പിക്കും. ഈ ദേഷ്യം പിടിച്ച് ഞാൻ ഒന്നാമത് പിന്നെ പബ്ലിക് റൂം ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് കയറി കളിക്കാൻ വിചാരിച്ചു ഗൈസ്. അപ്പം നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലാണ് പൊസിഷൻ ഗൈസ്. അവിടെ നമുക്ക് ഈ ഒരു സംഭവം പിക്ക് ചെയ്തേ. അപ്പം ഇവിടെ എങ്ങനെയാണ്ട് വരുമ്പോൾ ഇവിടെ നിൽക്കുക. അപ്പം നമുക്ക് ഈ ടൂൾസിന് വേണ്ടി ഗൈസ് അതിങ്ങനെ ഓരോന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഈ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു മണി കിട്ടും. 2 മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു സംഭവം കാണിക്കും ഗൈസ്. കണ്ടു ഗൈസ്, ഇതിപ്പം 5ൽ നിന്ന് 6ലേക്ക് എത്തി. ഇങ്ങനെ നിങ്ങൾ ട്രക്ക് വരെ 4 വരെ എത്തിച്ചാൽ നിങ്ങൾക്ക് ട്രക്ക് വരെ ഫ്രീ ആയിട്ട് എടുത്ത് തരും ഗൈസ്. പിന്നെ ഈ പ്രീമിയം എന്ന് പറയുമ്പോൾ പ്രീമിയത്തിൻ്റെ ഇത് എടുത്തവർക്ക് പ്രീമിയം കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും
നമുക്കിനി ട്രക്ക് എടുത്തിട്ട് കാണാം. നിങ്ങൾ നേരെ പോവുക, വരിക, പിന്നെ ഇവിടെ നിന്ന് എടുക്കുക. നമുക്ക് വാട്ടർ എടുക്കുക. വാട്ടർ സ്റ്റാർട്ടാക്കിയുണ്ട്. നമ്മൾ നേരെ നമുക്ക് എത്തുന്ന നെപ്പിൽ ലൊക്കേഷനിൽ നമുക്ക് നേരെ പോവാം. അപ്പോൾ അടുത്ത് കാണാം. എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന രീതിയിൽ പോകരുത്. കണ്ടെയ്നർ തന്നെയാണ് പോണത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ പോകണം. അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യം പോയില്ലെങ്കിൽ നമ്മളെ ബാക്കിലെ കണ്ടെയ്നറിൻ്റെ ഹെൽത്ത് കുറയും. അതിനനുസരിച്ച് നിങ്ങളെ ലെവൽ കൂടുകയുള്ളൂ. നമ്മൾ കണ്ടെയ്നറൊക്കെ പിക്ക് ചെയ്ത് പോയിട്ട് കാണാം. നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാൻ കയ്യോ നോക്കട്ടെ ഗൈസ്. എന്നിട്ട് കാണിക്കാം. എന്നിട്ട് നമ്മളെ കണ്ടെയ്നർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറിൽ നമ്മളെ വാട്ടർ നിറയ്ക്കുകയാണ് എന്നാണ് നമുക്ക് അടുത്ത കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലേക്ക് വളച്ചധികം രീതിയിൽ കുഴപ്പമാണ്. സ്റ്റീം നല്ല രീതിക്ക് ബാക്കി നമ്മൾ മെല്ലെ ആരെങ്കിലും നോക്കട്ടെ ഗൈസ്. ലാഗ് ഇത് പിന്നെ എന്തോ ഒരു പ്രശ്നമായിക്കോ ഞാൻ വേറെ സൊല്യൂഷനായിട്ട് വരും. ബസ് മീറ്റർ നമ്മളെ ഡേഞ്ചർ പോയിൻ്റാണ്. ആരോ ബ്ലൂ ആകുമ്പോഴാണ് നമ്മളിത് സെയിൽ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഡേഞ്ചർ പോയിൻ്റ് ഒക്കെ ആകുമ്പോൾ പിന്നെ നോക്കാണ്ടിരിക്കുക. അതിൽ ഒരു പെട്രോൾ എടുത്തിട്ട് നമ്മൾ ഡെലിവറി ലൊക്കേഷനിലേക്ക് നമ്മളെ ട്രക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഏതോ മച്ചാന് വേറെ ഏതോ റൂട്ട് വഴി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡായിട്ട് പോവാം. അപ്പോൾ നമുക്ക് വണ്ടി സൈഡായിട്ട് നിർത്തണം. എന്നിട്ട് നമുക്ക് വണ്ടിക്ക് തന്ന ഡെലിവറി ചെയ്യണം. നമ്മളിങ്ങനെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഡെലിവറി. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പം ഇവിടെ ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആരൊക്കെയാണ് ഇതിൽ ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഇവിടെ ഫിക്സ് ചെയ്താണ് അടുത്ത സാധനം പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.